2023 ഓഗസ്റ്റ് 23 മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിൽ പരാതിക്കാരിയിൽ നിന്നും UK പോകുന്നതിന് വിസ നൽകാമെന്ന് പറഞ്ഞ് പല തവണകളായി 42 ലക്ഷം രൂപ അന്ന ഗ്രേസ് അഗസ്റ്റിൻ കൈപ്പറ്റുകയും പണം തിരികെ നൽകുകയോ വിസ നൽകുകയോ ചെയ്യാതെ വഞ്ചിച്ചു. എന്നാൽ ഈ ആരോപണം തെറ്റാണെന്ന് അന്ന ഗ്രേസ് പറയുന്നു. ആര്യ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് 9 ലക്ഷത്തിന് വേണ്ടി ഞാൻ കുറേ വിളിച്ചതാണ്. അലക്സ് അഗസ്റ്റിന്റെ പേരിലും അതുപോലെ തന്നെ ഷെഫീറോ എന്താ പറയുന്ന ബിബിൻ ജോർജിന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് ആയിരുന്നു ആ സമയത്ത് പൈസ ഇട്ടിരുന്നത്. ഈ 9 ലക്ഷത്തിന്റെ സമയത്ത് പൈസ ഇട്ടിരുന്നത് ഞാൻ ആര്യനെ ഒത്തിരി തവണ വിളിച്ചതാണ്. വായോ നമുക്ക് പൈസ തിരിച്ചു വാങ്ങണ്ടേ, വാ എന്ന് കുറേ വിളിച്ച് എൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് വിളിച്ചതാണ്. സച്ചി സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഏജൻസി എറണാകുളത്താണോ കൊല്ലത്താണോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു രാഖി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മുഖാന്തരം ഒരു 15 ലക്ഷം രൂപ എങ്ങാണ്ട് ഓൾറെഡി കൊടുത്തിട്ട് അവിടെ നിന്ന് വിസ കിട്ടാണ്ടായപ്പോൾ അവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവർ 35 ദിവസം ജയിലിൽ കിടന്നെന്നാണ് അവർ എന്നെ ഇൻഫോം ചെയ്തത്. കുടുംബപരമായി അറിയുന്ന ആളുകളായതിനാലാണ് 11 ഇമിഗ്രേഷൻ എന്ന സ്ഥാപന ഉടമ ബിബിൻ ജോർജിനെ സഹായിക്കാൻ വീഡിയോ ചെയ്ത് നൽകിയത്. തട്ടിപ്പാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ ആര്യടക്കമുള്ളവരെ അറിയിച്ചെന്നും അന്ന പറയുന്നു. പോയ ആളുകൾക്ക് പറയുന്നത് എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളുമാണ് പോയത്. അപ്പോൾ അവരെന്നെ ഇൻഫോം ചെയ്തു, ചേച്ചി പറഞ്ഞ ജോലിയല്ല ഇവിടെ വന്നിട്ട് ജോലി ഇല്ലാത്തൊരവസ്ഥേനെ പറ്റി എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ അവർക്ക് സേഫായിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തു. പറ്റുന്നത്രയും ആളുകളെ ഞാൻ സേഫ് ആക്കി. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, ഇനി നിങ്ങളുമായിട്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ അർച്ചീവ് ചെയ്തിട്ടു. കണക്ട് ചെയ്ത എല്ലാ കാൻഡിഡേറ്റിൻ്റെ അടുത്തുനിന്നുമായി ഒരു 3-3.25 കോടിയോളം ഈ 11 ഇമിഗ്രേഷൻ ഏജൻസി കളക്ട് ചെയ്തിട്ടുണ്ട്.